ഒരാൾക്ക് രോഗം വരുന്നതും ചികിത്സിക്കുന്നതും അതിനുവേണ്ടി പണം ചെലവാക്കുന്നതും ഒന്നും ഒരു തെറ്റേയല്ല. രോഗത്തിന് ചികിത്സ തേടേണ്ടതും ലഭിക്കേണ്ടതുമെല്ലാം ഒരു വ്യക്തിയുടെ അവകാശമാണ് എന്നതാണ് വാസ്തവം. ഇങ്ങനെ രോഗം വന്നാൽ ചികിത്സിക്കാൻ നമുക്ക് കേരളത്തിലാണെങ്കിൽ നിരവധി ആശുപത്രികളുണ്ട്. സൗജന്യമായ ചികിത്സ തേടാൻ സർക്കാർ ആശുപത്രികളുണ്ട്. ഇനി കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ ഇന്ത്യയിലെ തന്നെ മികച്ച ആശുപത്രികളുടെ ലിസ്റ്റിലുള്ള ആശുപത്രികൾ പോലും ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഇങ്ങനെ മികച്ച ആശുപത്രികളും അവയ്ക്കൊക്കെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടാണ് കേരളം ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിൽ ഒന്നാമതാണ് എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയുമെല്ലാം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ മികവിനെ പറ്റി പലതവണ പലയിടങ്ങളിൽ ഊറ്റം കൊണ്ടിട്ടുള്ളതാണ്. ഇത് സത്യവുമാണ്, നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. ഒരു ശരാശരി മലയാളിക്ക് എത്ര ഗുരുതരമായ രോഗം വന്നാലും അവയെല്ലാം ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ അമൃതയും ആസ്റ്ററും പോലെയുള്ള ആശുപത്രികളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തി ചികിത്സ തേടുന്നുണ്ട് എന്നതാണ് സത്യം. പക്ഷേ ഈ വസ്തുതകളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് സർക്കാർ ഒരു കണക്ക് പുറത്തുവിടുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ മന്ത്രിമാർ ആരോഗ്യ പരിപാലനത്തിന് ചെലവഴിച്ച പണത്തിന്റെ കണക്കാണ് പുറത്തു വന്നത്. ചെലവഴിച്ച കണക്ക് എന്ന് പറയുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചെലവഴിച്ച തുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പൊതുഖജനാവിൽ നിന്ന് എടുത്ത് ചെലവാക്കിയ തുകയുടെ കണക്കാണ് ഈ പറയുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം ഇതുവരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുൻ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ചേർന്ന് മെഡിക്കൽ റീഎംബേഴ്സ്മെന്റായി കൈപ്പറ്റിയത് 1 കോടിയിലധികം രൂപയാണ് എന്നാണ് കണക്കുകൾ. മുൻ മന്ത്രിമാർ മുൻകാല പ്രാബല്യത്തോടെ വാങ്ങിയ 11 ലക്ഷം ഉൾപ്പെടെയാണ് റീഎംബേഴ്സ്മെന്റ് തുക 1 കോടിയിൽ എത്തിയത്. സംസ്ഥാനത്തിന് അകത്തും വിദേശത്തും ചികിത്സ തേടിയതുമായി ബന്ധപ്പെട്ട വകയിൽ റീഎംബേഴ്സ്മെന്റിന് കൈപ്പറ്റിയ വകയിൽ 1ാം സ്ഥാനത്തുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചെലവാക്കിയ 29 ലക്ഷം ഉൾപ്പെടെ 31.77 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ചെലവാക്കിയത്. 31.31 ലക്ഷം ചികിത്സാ ചെലവ് കൈപ്പറ്റിക്കൊണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി 2ാം സ്ഥാനത്തുണ്ട്. വി ശിവൻകുട്ടി 8.85 ലക്ഷവും അഹമ്മദ് ദേവർകോവിൽ 4 ലക്ഷവും കൈപ്പറ്റി. എന്നാൽ മന്ത്രിമാരിൽ ഏറ്റവും കുറവ് തുക ചികിത്സയ്ക്കായി കൈപ്പറ്റിയത് സജി ചെറിയാനാണ്. 12,096 രൂപ മാത്രമാണ് അദ്ദേഹം ചികിത്സയ്ക്കായി ആകെ ചെലവഴിച്ചത്. ചീഫ് വിപ്പ് എൻ ജയരാജ് 11,100 രൂപ കൈപ്പറ്റി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ 97,000 രൂപയും ചികിത്സയ്ക്കായി കൈപ്പറ്റി. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് വാങ്ങാത്ത മന്ത്രിമാരുമുണ്ട്. കെ രാജൻ, പി പ്രസാദ്, കെ ബാലഗോപാൽ, എം പി രാജേഷ്, വീണ ജോർജ് എന്നിവരാണ് ചികിത്സയ്ക്കായി സർക്കാരിൽ നിന്ന് പണം കൈപ്പറ്റാത്തവർ എന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ഈ കണക്ക് കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മന്ത്രിമാർക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ആശുപത്രി ചിലവ് വരുന്നത് എന്നാണ്. ഇവർക്കെല്ലാം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ VIP പരിഗണനയോടെ സൗജന്യ ചികിത്സ ലഭ്യമാണ്. ആരോഗ്യരംഗത്ത് രാജ്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് രോഗം വന്നാൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടാൻ എന്തിനാണ് മടി എന്ന് നമ്മൾ ആലോചിക്കണം. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് സ്റ്റാഫുകളുടെയും കാര്യമെടുത്താൽ അവരവരുടെ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്താണ് ഇവരുടെ നിയമനം. അതായത് ഏറ്റവും മികച്ച ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ടെക്നീഷ്യന്മാരും ഇങ്ങനെയുള്ളവരുടെ ചികിത്സ തേടാൻ എന്തിനാണ് നമ്മുടെ ജനപ്രതിനിധികൾ മടിക്കുന്നത് എന്നാണ് ചോദ്യം. ഇതൊക്കെ പോട്ടെ, നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരന് ഇവിടെയുള്ള ഏറ്റവും മുന്തിയ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പോലും പൈസ ചെലവില്ലാതെ ചികിത്സ നേടാൻ കഴിയും. പക്ഷേ ഇൻഷുറൻസ് ഉണ്ടാകണം എന്ന് മാത്രം. സാധാരണക്കാർക്ക് കിട്ടുന്ന ഈ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ജനപ്രതിനിധികൾക്ക് കിട്ടാത്തത് കൊണ്ടാണോ ഈ തുക പൊതുഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് എന്ന് ഒരു പ്രസക്തമായ ചോദ്യമാണ്. അതായത് പണം മുടക്കില്ലാതെ സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സ തേടാനുള്ള ഒന്നിലധികം മാർഗങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മുടെ ജനപ്രതിനിധികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിദേശത്തടക്കം പോയി ചികിത്സ തേടുന്നത്. ഇതെല്ലാം എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് നാം ചിന്തിക്കണം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളും ഡോക്ടർമാരും മോശമാണ് എന്ന സന്ദേശമാണോ നമ്മുടെ ജനപ്രതിനിധികൾ സമൂഹത്തിന് നൽകേണ്ടത്? ഇതെല്ലാം ശരിയായ പ്രവണതകളാണോ എന്ന് പൊതുസമൂഹം തന്നെയാണ് വിലയിരുത്തേണ്ടത്.